ശ്രീ എം നൌഷാദ്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം കേട്ടു, ഒപ്പം തന്നെ BJP നേതാവിൻ്റെ പ്രതികരണം കേട്ടു, മറ്റ് പാനലിസ്റ്റുകളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഥനോളിൻ്റെ മറവിൽ ബോട്ടിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു, കൃത്യമായ കാര്യങ്ങൾ തുറന്നു കാണിക്കുന്നില്ല, പല കാര്യങ്ങളും മറച്ചു പിടിക്കുന്നു എന്നുള്ള ആരോപണം തന്നെയാണ് ശക്തമാകുന്നത്. നല്ല വ്യവസായങ്ങളാണെങ്കിൽ അത് കൂടുതൽ സുതാര്യമാക്കി അവതരിപ്പിക്കുന്നത് തന്നെയല്ലേ സമൂഹ നന്മയ്ക്ക് കൂടി നല്ലത്? ഇങ്ങനെ ഒളിച്ചു വെക്കേണ്ടതും ചില കാര്യങ്ങൾ മറച്ചു പിടിക്കേണ്ടതുമായിട്ടുള്ള ആവശ്യകത ഉണ്ടോ എന്ന ചോദ്യമാണ് ശക്തമാകുന്നത്. എന്താണ് പറയാനുള്ളത്? അല്ല, ഞാൻ തുടക്കത്തിലേ തന്നെ പറഞ്ഞല്ലോ, ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ മദ്യനയത്തിൻ്റെ ഭാഗമായിട്ടാണ്. കേരളത്തിൻ്റെ മദ്യനയത്തിൽ വളരെ കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മദ്യനയത്തിൻ്റെ ആമുഖത്തിൽ തന്നെ ഇത് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്പനികൾ വ്യവസ്ഥകൾ പാലിച്ച് വന്നാൽ അനുമതി നൽകും എന്ന് ഇപ്പോൾ തീരുമാനിച്ചതല്ല, അത് ആ നയത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ള ആക്ഷേപം ഒന്ന്, ഇതിൻ്റെ മറവിൽ മദ്യനിർമ്മാണം നടത്താൻ എന്നതൊരു ആക്ഷേപം മാത്രമാണ്, ഒരു ആരോപണം മാത്രമാണ്. ആരോപണങ്ങൾക്ക് വല്ല കുറവുണ്ടോ? പിന്നെ ശ്രീ വിഷ്ണു ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് മുഖ്യമന്ത്രിയിലേക്ക് ഒക്കെ എത്തി, കുടുംബത്തിലേക്ക് പോയി അല്ലേ? ഇതുവരെ ആക്ഷേപിക്കപ്പെട്ടത് അല്ല. ഞാൻ ചോദിച്ചപ്പോൾ അമിത്ഷായുടെ കുടുംബത്തെക്കുറിച്ചും മകനെക്കുറിച്ചും ഒക്കെ വന്നതിനൊക്കെ അതിലെ ചർച്ചയിലേക്ക് നമ്മളിപ്പോൾ പോകണോ? അതങ്ങ് ആലോചിച്ചുകൊണ്ടാൽ മതി. നിങ്ങൾക്ക് പിണറായി വിജയനെതിരായി എന്തെല്ലാം ആക്ഷേപങ്ങളാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത്? ഞാൻ പറഞ്ഞ പിണറായി വിജയന് സിംഗപ്പൂർ കമല ഇന്റർനാഷണൽ ഇന്ന് വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പതിറ്റാണ്ടായി ഇവിടുത്തെ ആഘോഷിച്ചതല്ലേ, ഇതുപോലെ ചർച്ചകൾ വന്നിരുന്ന് ഇവർ ആക്ഷേപിച്ചതല്ലേ, ഇന്ന് വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ പിണറായി വിജയന്റെ വീടെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഏതോ ഒരു അബ്കാരിയുടെ ഗൾഫുകാരൻ്റെ വീട് എടുത്ത് റിലേ ചെയ്തിട്ട് പിണറായിയുടെ വീടാന്ന് പറഞ്ഞു. അപ്പൊ ഈ തരത്തിലുള്ള പിന്നെ ലാവലിൻ എത്ര പതിറ്റാണ്ടായി, ഇതെല്ലാം കേരള ജനത കേട്ടത്. പക്ഷെ നാളിതുവരെ ഇന്ന് വരെ ഞാൻ പറഞ്ഞ, അപ്പൊ വിഷ്ണു കൂടെ പറയട്ടെ, ഇവിടെ ED വന്നു അല്ലേ, NIA വന്നു, ഇവരെല്ലാം വന്ന് കറങ്ങി പഠിച്ച പണി 18 നോക്കി. പക്ഷെ പിണറായി വിജയന്റെ രോമത്ത് തൊടാൻ അവർക്ക് യാതൊന്നും കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അത് മറന്നു പോകണ്ട. ഇവിടെ ഇപ്പോ ആക്ഷേപിച്ചെന്താ, ശ്രീ കൃഷ്ണകുമാർ തന്നെ പറഞ്ഞ ഇതിന്റെ മറവിൽ വരുമെന്ന്. ശരി, മറവിൽ വരുന്നില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ, അത് വരുന്നില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇവിടെ പിന്നെ പ്രാഥമികമായ അനുമതിയാണ് നൽകിയത്. പ്രാഥമിക അനുമതി നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ടല്ലോ, പ്രാഥമികമായ അനുമതി നൽകി. അതിൻ്റെ ബാക്കി നടപടികൾ ഇനി ഒരുപാട് ബാലൻസ് കിടക്കുകയാണ്. തുടങ്ങിയ ആ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് മാത്രമേ ചെയ്യുകയുള്ളൂ. പിന്നെ പാലക്കാട്ട് ജലത്തിന്റെ അളവ്, മലമ്പുഴ ഡാമിലെ അളവ്, അതിൽ എടുക്കാവുന്ന വെള്ളം എത്ര, അത് എങ്ങനെ കൊടുക്കും, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട. നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട്ടുകാരനായ മന്ത്രി ഈ കൃത്യമായി അദ്ദേഹത്തിന് അറിയാവുന്ന കണക്ക് ഈ പറഞ്ഞവർക്ക് ആർക്കും അറിയില്ലല്ലോ. അതെ, അദ്ദേഹത്തിന് അറിയാവുന്ന കണക്ക് ഈ പറഞ്ഞവർക്ക് ആർക്കും അറിയില്ലല്ലോ. ആ യാഥാർത്ഥ്യമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. മറ്റൊരു ചോദ്യം കൂടി ഉണ്ട്, അതായത് ടെൻഡർ വിളിച്ചില്ല എന്നുള്ള ആരോപണം തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. ടെൻഡർ വിളിക്കേണ്ട ആവശ്യകത ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞ, ടെൻഡർ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യത്തെ എന്താണ് ടെൻഡർ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ റോഡ് പണി സർക്കാർ ചെയ്യുന്നു, അത് ടെൻഡർ വിളിക്കണം. അത് തന്നെയാണ് ചോദിക്കുന്നത്. ഒരു ഫാക്ടറിക്ക് ടെൻഡർ വിളിക്കേണ്ട ആവശ്യകത? ഇത് വ്യവസായ നിക്ഷേപമാണ്. ഒരു വ്യവസായം തുടങ്ങാൻ നിക്ഷേപമായി വരുന്നു. ഈ പറയപ്പെടുന്ന ഒയാസിസിന് സെൻട്രൽ ഗവൺമെന്റ് ലിസ്റ്റ് ചെയ്ത കമ്പനികളിലൊന്നാണേ. അതെ, സെൻട്രൽ ഗവൺമെന്റ് ലിസ്റ്റ് ചെയ്ത കമ്പനികളിലൊന്നാണ്. ആ കമ്പനിയെ കുറിച്ചാണ് ഈ ആക്ഷേപം പറയുന്നത്. ഒന്ന്. രണ്ട്, ഞങ്ങൾ ഇന്ന കണക്ക് തുടങ്ങാൻ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കുന്നു. ആ സമർപ്പിക്കുമ്പോൾ നമ്മളിവിടെ ഇത് ഉൽപ്പാദിപ്പിക്കാൻ ആളിനെ തിരക്കിയിരിക്കുക. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങൾ പറഞ്ഞ ഒയാസിസ് കമ്പനിയുമായിട്ടുള്ള ടൈപ്പ് ആണെന്ന്. വേണ്ട, ഒയാസിസ് വേണ്ട, വേറെ കമ്പനിയെ കൊണ്ടുപോവാ, അനുമതി തന്നേക്കാം. പിന്നെ ആക്ഷേപം പറയുന്നത് ഇന്ന് വരെ പറഞ്ഞിട്ടുള്ളൊരാക്ഷേപവും തെളിയിക്കപ്പെടാൻ വേണ്ടി കഴിഞ്ഞിട്ടേയില്ല. പിന്നെ വീണ്ടും ഇങ്ങനെ പുകമറകൾ സൃഷ്ടിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടേയിരിക്കും. നാടിൻ്റെ നന്മയ്ക്ക് ഈ മുന്നണിയുടെ
ഇടപെടലിൻ്റെ പിണറായി വിജയൻ്റെ നിലപാടിൻ്റെ ഭാഗമായി നാഷണൽ ഹൈവേയുടെ ഡെവലപ്മെൻറ്റ് നടക്കുന്നു. അത് സെൻട്രൽ ഗവൺമെൻറ് ആദ്യഘട്ടത്തിൽ ഉപേക്ഷിച്ചതല്ലേ? ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാർ ക്ലോസ് ചെയ്ത ഫയലല്ലേ? ആ ഫയൽ ഓപ്പൺ ചെയ്ത് അതിൻ്റെ പിന്നിൽ എന്ത് അഴിമതിയാണ്? ഈ നാഷണൽ ഹൈവേ നിർമ്മാണത്തിൻ്റെ പേരിൽ അതിന് അവിടെ ഭൂമി ഏറ്റെടുക്കുന്നതിന് സെൻട്രൽ ഗവൺമെൻറ് ഇവിടുത്തെ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഭൂമിക്ക് വില കൂടുതലാണ്. ആ ഭൂമി ഏറ്റെടുക്കുന്നതിന് ഇത്രയും വില കൊടുത്ത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഷെയർ ഞങ്ങൾ വഹിക്കാം എന്ന് സെൻട്രൽ ഗവൺമെൻറ് ഉറപ്പ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഫയൽ വീണ്ടും ഓപ്പൺ ആവുന്നത്. ഇപ്പോൾ ആ പദ്ധതി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ആ പദ്ധതി വരില്ല. അപ്പോൾ അതിൻ്റെ എന്ത് അഴിമതിയാണ്? വിഴിഞ്ഞം പദ്ധതി ഇപ്പം യാഥാർത്ഥ്യമാക്കി. എന്തഴിമതിയാണ്? ഇവർ ആക്ഷേപിക്കുന്നു. ഇതെല്ലാം നാടിൻ്റെ നന്മയ്ക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയിട്ടാണ്. പിന്നെ പാരിസ്ഥിതിക പ്രശ്നം അത് ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ചെയ്യുകയുള്ളൂ. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഗവൺമെൻറ് ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് മാത്രമേ തുടർ നടപടികളിലേക്ക് പോവുകയുള്ളൂ.